മീൻ കഴുകാൻ വേണ്ടി എടുത്തപ്പോൾ ടാപ്പിൽ നിന്ന് വരുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണ് ഉച്ചയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാപ്പിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി പിടിച്ച് വെച്ചിട്ട് പിന്നെ അത് തണുത്ത് അങ്ങനെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. കഴുകുന്നതിനിടയ്ക്ക് കുഞ്ഞൊന്ന് കൈയിട്ട് വരാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വിധത്തിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. പേരറിയില്ല, എന്തായാലും നല്ല ഫ്രഷ് മീനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ സാമഗ്രികളൊക്കെ റെഡിയാക്കുകയാണ്. ഇവിടെ മീനിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, ചിലപ്പം ഫ്രഷ് കിട്ടും, ചിലപ്പം കുറച്ച് പഴയതും ആയിരിക്കും. അപ്പം ഞാൻ സാധാരണ പോലെയല്ല എല്ലാ പ്രാവശ്യവും കുടംപുളി ഇട്ടാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ വാളംപുളി ഇട്ടിട്ട് തക്കാളിയൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സൈഡിലൂടെ എൻ്റെ ചോറും വെന്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മീൻ കഷ്ണങ്ങൾ എടുത്തിട്ട് മസാലയൊക്കെ തൂത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ ഫ്രഷായിട്ട് വാങ്ങിയിട്ട് ഫ്രഷായിട്ട് ഫ്രൈ ചെയ്ത് കൂട്ടലാണ് വീട്ടിലൊക്കെ. പക്ഷേ ഇവിടെ ഞാനെല്ലാം ഇങ്ങനെ ഫ്രീസ് ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാം മസാല തൂത്ത് വെക്കും. അതിപ്പം ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ മസാലയൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചത്. അതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകുന്നുണ്ട്. അവൾ അവിടെ ഇരുന്ന് ഡ്രോ ചെയ്യാണ് കേട്ടോ. അപ്പം ഇന്നലത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന അവിയലാണ് ഞാൻ കഴിക്കുന്നത്, അവൾക്കും കൊടുക്കുക. എന്നിട്ട് വന്നിട്ട് ഞാൻ പിന്നെ അതിനകത്തേക്ക് മീനൊക്കെ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഒരുപാട് പാത്രങ്ങൾ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞൊരു പിക്ചർ ഡ്രോ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ. ഈ ഡ്രോയിങ് ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇരുന്നിങ്ങനെ വരച്ചോളും. കുറേ പേപ്പേഴ്സും കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ട് വരയ്ക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കോ അങ്ങനെയൊന്നും വേണ്ട, മൈൻഡിൽ തന്നെ ഓരോന്നിങ്ങനെ ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് അത് പേപ്പറിലേക്ക് ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ഇന്ന് ഈ മീൻകറി അവിയലുമാണ് നമ്മൾ ലഞ്ചിന്. അപ്പം തൽക്കാലത്തേക്ക് ഞാനിന്ന് കിച്ചൺ അടച്ചിട്ടുണ്ട്. പിന്നെ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പപ്പായ, അതും എടുത്ത് ഞാനും കുഞ്ഞും കൂടെ കുറച്ച് നേരം TV കാണുകയാണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്